നമ്മളിതുവരെ കാണാത്ത, നമ്മളിതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഹൊറർ മൂവി അനുഭവമായിരിക്കും ഈ സിനിമ എന്ന ഉറപ്പോടെയാണ് ജെയിംസ് വാൻ മാലിഗ്നന്റ് എന്ന ചിത്രം ഇന്നലെ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം ഇദ്ദേഹത്തിൻ്റെ വാക്കുകളോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് എന്ന് നോക്കാം. മാഡിസൺ എന്നൊരു കഥാപാത്രം, അനബൽ വാലിസ് അവതരിക്കുന്ന ഈ ഒരു കഥാപാത്രത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെയാണ്, അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിൻ്റെ നറേഷനിലൂടെയാണ് ഈ സിനിമ മുഴുവനായിട്ട് കടന്നു വന്നത്. ഈ ഒരു കഥാപാത്രം നേരിടുന്ന കുറച്ച് സൂപ്പർ നാച്ചുറൽ എലമെൻസും അതിന് പുറകിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ സിനിമ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു കഥാപാത്രത്തിൻ്റെ വീട്ടിൽ ഈ ഒരു കഥാപാത്രത്തിന് ഒരു പ്രത്യേകതരം ഹോണ്ടിങ് എക്സ്പീരിയൻസ് അനുഭവിക്കുന്നുണ്ട്. കുറച്ച് സീരീസ് ഓഫ് മർഡേഴ്സ് ഈ ഒരു കഥാപാത്രം നേരിടുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ കൊലയ്ക്ക് പുറകിൽ? ഇതിന് പുറകിൽ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് ആണോ, അല്ലെങ്കിൽ എന്തിനാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്? ഇത് ഈ ഒരു കഥാപാത്രമായിട്ട്, അതായത് ഈ മാഡിസൺ എന്ന അനബൽ വാലിസിൻ്റെ കഥാപാത്രമായിട്ട് ഈ കൊലപാതകങ്ങളൊക്കെ എങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിലാണ് ഈ ഒരു സിനിമയുടെ കഥാഗതി എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ജെയിംസിൻ്റെ വാക്കുകളാണ് ഈ സിനിമ കാണാനുള്ള മെയിൻ പ്രചോദനം. ഇതിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ കണ്ടപ്പോൾ ഈ സിനിമ മുഴുവനായിട്ട് ഇദ്ദേഹം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് കരുതി. കാരണം ഒരു ഫസ്റ്റ് ആക്ട് മുഴുവനായിട്ട് വളരെയധികം ബോറിംഗ് ആയൊരു മൂവിയാണ് മാലിഗ്നന്റ് എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഒരു സെക്കൻഡ് ആക്ടും തേർഡ് ആക്ട് എത്തുമ്പോഴേക്കാണ് സിനിമ മെയിനായിട്ട് ക്ലച്ച് പിടിക്കുന്നത്, അല്ലെങ്കിൽ മെയിനായിട്ട് അതിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് എത്തുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ, അതായത് ഒരു ഫസ്റ്റ് ആക്ടിൻ്റെ ആദ്യത്തെ ഓപ്പണിംഗ് ഷോട്ടെല്ലാം വളരെ മോശം എന്ന് തന്നെ പറയേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി പണ്ട് കാലത്തിലുള്ള ഹൊറർ സീരിയലും അല്ലെങ്കിൽ ഹൊറർ മൂവീസൊക്കെ കാണുന്ന ആ ഒരു ടിപ്പിക്കൽ ഹൊറർ മൂവി ഫോർമാറ്റിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. ആദ്യം ഓപ്പണിംഗ് ഷോട്ട് കണ്ടതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ഒടിയൻ്റെ കാര്യത്തിൽ ശ്രീകുമാർ പറഞ്ഞ പോലെ തന്നെയാണ്. ആ 4 മണിക്കൊക്കെ ഫാൻ ഷോക്കെ പോയി കണ്ടിട്ടുണ്ട്, അതിന് കാര്യമൊന്നും പറയുന്നില്ല. ആ ഒരു മൂഡിൽ അനാവശ്യ ഹൈപ്പ് തന്ന് ഈ സിനിമ കുളമാക്കിയ എന്നാണ് ആദ്യ ഷോട്ട് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ സിനിമയുടെ ഒരു സെക്കൻഡ് ആക്ടും തേർഡ് ആക്ടും എത്തുമ്പോഴാണ് ഈ സിനിമയുടെ ജോണർ തന്നെ ഷിഫ്റ്റ് ആവുന്നതിന് നമുക്കറിയാം. അതിപ്പോൾ ഈ ഹൊറർ എന്നൊരു ജോണറിൽ നിന്ന് ഈ സിനിമ വേറൊരു തരത്തിലേക്ക് മാറുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അത്തരത്തിൽ ഒരു ജോണർ ഷിഫ്റ്റിംഗ് മൂവിയാണ്, അല്ലെങ്കിൽ ജോണർ ബെൻഡിങ് മൂവിയാണ് ഈ മാലിഗ്നന്റ് എന്ന് പറയാം. ഈ ഒരു കാര്യമാണ് ഇദ്ദേഹം പ്രോമിസ് ചെയ്തത്. ആ പ്രോമിസിനെ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു 80% 90% സാറ്റിസ്ഫൈ ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് ആക്ട് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ആസ്വാദനത്തെ വളരെ മോശമായ രീതിയിൽ പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന് പറയും. കാരണം ഈ ഒരു ഫസ്റ്റ് ആക്ടിനെ കുറിച്ച് നന്നായിരുന്നെങ്കിൽ ഈ സിനിമയുടെ ലെവൽ തന്നെ വേറെയാണ്, കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സിനിമയാണ്. അതുകൊണ്ട് മാലിഗ്നന്റ് എന്ന് പറയാം. ഓവറോൾ നോക്കുമ്പോൾ ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ സമ്മാനിക്കുക. ഇതിൻ്റെ ഒരു സെക്കൻഡ് ആക്ടും തേർഡ് ആക്ടൊക്കെ വളരെയധികം സ്പീഡിലും അല്ലെങ്കിൽ വളരെയധികം പേസിലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വെറൈറ്റി അപ്രോച്ചാണ് ജെയിംസ് വാൻ ഈ സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോൾ ഓവറോൾ അറ്റ്മോസ്ഫിയറിലും അല്ലെങ്കിൽ ടോട്ടൽ സിനിമാറ്റോഗ്രഫിയൊക്കെ നമുക്ക് നോക്കുമ്പോൾ ജെയിംസ് വാൻ്റെ മുൻ ചിത്രങ്ങളായ ഇപ്പോൾ കോൺജറിങ്, മിൻസീരീസ് ഒക്കെ പോലെ തന്നെയാണ് ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റോറിയിലുള്ള അല്ലെങ്കിൽ നറേഷനിലുള്ള ആ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ ആ ഷിഫ്റ്റിംഗ് ഒക്കെയാണ് ഈ സിനിമയെ മറ്റ് സിനിമകളിൽ നിന്ന്, പ്രത്യേകിച്ച് മറ്റ് ജെയിംസ് വാൻ്റെ തന്നെ ഹൊറർ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിർത്തുന്നത്. സിനിമയുടെ ഫസ്റ്റ് ആക്ട് മുഴുവനായിട്ട് ബോറിംഗ് ആണ് എന്ന് പറയാനുള്ള കാരണം നമ്മൾ ഓൾറെഡി കണ്ട് ശീലിച്ച ഒരുപാട് കാര്യങ്ങൾ അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും കാരണം. ഇപ്പോൾ ഓൾറെഡി ഒരു പ്രേതം വന്ന് മുമ്പിലോ അല്ലെങ്കിൽ പുറകിലോ നിന്നാൽ അടുത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് ഓൾറെഡി കുറേ കാര്യമായിട്ട് അറിയാം. അപ്പോൾ ഈ ടേബിൾ ഫാൻ തിരിക്കുന്ന പോലെ തല തിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് പുറകിൽ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം എന്താ ജംപ് സ്കെയർ വരാനിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രേക്ഷകരെ കണ്ട് മടുത്തിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് വളരെയധികം ബോറിംഗ് ആണ്. പക്ഷേ അവിടെ നിർത്തരുത്. പിന്നീട് അങ്ങോട്ട് ഇതിനൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നത്. ഒരുപാട് കഥാപാത്രങ്ങൾ മിന്നി മറിഞ്ഞ് പോകുന്നുണ്ടെങ്കിലും അനബൽ വാലിസിൻ്റെ പെർഫോമൻസ് ആണ് സിനിമയിൽ എടുത്തു നിൽക്കുന്നുണ്ട്, ഹൈലൈറ്റ് നിൽക്കുന്നുണ്ടെന്ന് പറയും. കാരണം ഒരു വൺ മാൻ ഷോ പോലെയാണ് ഈ സിനിമയുടെ ഒട്ടുമിക്ക കാര്യങ്ങളും ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ മാഡിസൺ എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ സിനിമ മുഴുവനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രത്തെ അനബൽ വാലിസ് വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ടിപ്പിക്കൽ ജെയിംസ് വാൻ മൂവീസിൽ നമ്മൾ കാണുന്ന ക്യാമറ വർക്കുകളും ഹോണ്ടിങ് ആയി BGMs എല്ലാം ഉൾപ്പെടുത്തുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ചില BGMs വളരെ മികച്ചതായിട്ട് അനുഭവപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ അങ്ങേയും കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സ് ഒക്കെ ഉള്ള ഒരു മിക്സഡ് ആവറേജ് ഹൊറർ മൂവിയാണ് മാലിഗ്നന്റ് എന്ന് പറയാം. ജെയിംസ് വാന്റെ ബെസ്റ്റ് വർക്ക് എന്ന് പറയാൻ സാധിക്കില്ല, അദ്ദേഹത്തിന് ഏറ്റവും മോശം വർക്കും എന്നും പറയാൻ സാധിക്കില്ല. കുഴപ്പമില്ലാതെ നമുക്ക് കണ്ടിരിക്കാം, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. അപ്പോൾ ഓൾറെഡി മാലിഗ്നന്റ് എന്ന ചിത്രം നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.